എന്തിനാനാ വരുന്നത് ചോദിച്ചാൽ ഇപ്പം കർക്കിടക മാസമല്ലേ. കർക്കിടക മാസം കഴിക്കാൻ പറ്റുന്ന നല്ല ശരീരത്തിന് ഗുണകരമായിട്ടുള്ള നല്ല അടിപൊളി ഒരു മരുന്നുണ്ടയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം. മരുന്നുണ്ട ഉണ്ടാക്കാനുള്ള മരുന്ന് സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇത് വറുക്കുമ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ പേരും അളവും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു അടി ഇച്ചിരി കട്ടിയുള്ള ചട്ടി വേണം വെക്കാൻ. തീ വെക്കുമ്പോൾ ഒരു മീഡിയം ലെവലിൽ വേണം വെക്കാൻ കേട്ടോ. നല്ല തീ വെച്ചാൽ അടിയിൽ കരിഞ്ഞു പോകും. ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഈ അരി വറുത്തെടുക്കാം. 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ പീടികയിൽ നിന്ന് വാങ്ങിയ മട്ട അരിയാണ് കേട്ടോ. ഇനി വറുത്തെടുക്കാം. ഞാനിത് നമ്മൾ ഈ അരി ഉണ്ടാക്കാൻ അരി വറുക്കുമല്ലോ, ആ ലെവലിൽ വേണം ഇത് വറുക്കാൻ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ അരി വറന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി നമുക്കിതിൽ 1/4 കപ്പ് നവര അരി ഇട്ട് കൊടുക്കാം. ഇത് കഴുകി വെച്ചത് കൊണ്ട് വറുതാൻ ഒരിച്ചിരി സമയം പിടിക്കുക. ഈ നവര അരി വാതസംബന്ധമായ രോഗമുള്ളവർക്കും ഭയങ്കര ക്ഷീണമുള്ളവർക്കും വളരെ ഗുണകരമായ നല്ല സാധനമാണ് ഈ നവര അരി. നമ്മുടെ നവര അരിയും വറുത്ത് കഴിഞ്ഞു. അതിനി നമുക്ക് കോരിയെടുക്കാം. ഇനി അതിലേക്കുള്ള മുതിര 1/4 കപ്പ് മുതിരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ വറുക്കണ മുതിര കിഡ്നിയിൽ കല്ലുള്ളവർക്കും കഫക്കെട്ടുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും വളരെ നല്ല സാധനമാണ് മുതിര. അങ്ങനെ നമ്മുടെ മുതിരയും ആയിട്ടുണ്ട്. കോരിയെടുക്കാം. ഇനി നമുക്ക് തണ്ടൽ വേദനയ്ക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഉലുവ 1/4 കപ്പ് അതും ഇട്ട് വറുക്കാം. അത് നന്നായിട്ട് വറന്ന് വരട്ടെ. നമ്മുടെ ഉലുവ നന്നായിട്ട് വറന്നിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് അയമോദകം ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് അജീർണം, ദഹനം, പുളിച്ച് തേട്ടൽ, ഗ്യാസ് ഇതിനൊക്കെ ബെസ്റ്റ് സാധനമാണ് ഇത്. ഇത് പെട്ടെന്ന് ആവണ സാധനമാണ്. വളരെ കുറച്ച് തീ വെച്ച് വേഗം നോക്കി ഇളക്കണം. അങ്ങനെ നമ്മുടെ അയമോദകമും ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് എള്ളും കൂടി വറുക്കാം. അത് നല്ല വറന്നോട്ടെ. എള്ള് നമ്മുടെ ശരീരപുഷ്ടിക്കൊക്കെ വളരെ നല്ല സാധനമാണ് എള്ള്. നമ്മുടെ എള്ളും ആയിട്ടുണ്ട്. അത് കോരിയെടുക്കാം. ഇനി ഇതിൽ 1/4 കപ്പ് നല്ല ജീരകം നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ ഭയങ്കര മഴയാണ്. അതാണ് ചീറ്റലൊക്കെ തട്ടലും മുട്ടലൊക്കെ കേൾക്കുന്നത്. ഈ നല്ല ജീരകം പറഞ്ഞാൽ ചെറിയ ജീരകമാണ്. അത് രുചി ഇല്ലായ്മയ്ക്ക് വളരെ നല്ലതാണ്. ഇത് നമ്മൾ ഓരോരോ സാധനം വറുക്കുമ്പോൾ അതിൻ്റേതായ നല്ല മണം ഉണ്ടാവും കേട്ടോ. ഓരോരോ സാധനത്തിൻ്റെ മണം അതിൻ്റേതായി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ജീരകവും വറന്നു കഴിഞ്ഞ് നമുക്കിനി അതും കോരിയെടുക്കാം.
നമുക്കിനി ഇതിൽ 1/4 കപ്പ് ആശാളി ഇട്ട് കൊടുക്കാം. അതുകൂടി നമുക്ക് വറുത്തെടുക്കാം. ഈ ആശാളി പറയുന്ന സാധനം നമ്മുടെ ശരീര പ്രതിരോധ ശക്തിക്ക് വളരെ ഗുണകരമായ സാധനമാണ് കേട്ടോ. പിന്നെ ഭയങ്കര കയ്പ്പായിരിക്കും, തിന്നാൻ പറ്റുന്നവർക്ക് ഭയങ്കര നല്ലതാ. ഇപ്പം നമ്മുടെ ആശാളി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ വറുക്കേണ്ട സാധനങ്ങൾ മരുന്ന് ഐറ്റംസുകളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ വഴറ്റിയെടുക്കണം. അത് ചെയ്യാം. നമുക്ക് തേങ്ങ വഴറ്റാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടി 2 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ നനവ് പോകുന്നത് വരെ നമുക്കൊന്നിത് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മക്കളെ, മരുന്നുണ്ടയുടെ എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് കുറച്ച് മധുരം വേണം. ഞാനിവിടെ 250 ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിപ്പെട്ടി നമുക്ക് കുറുകിയതുപോലെയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ കരിപ്പെട്ടി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തരിച്ചിഞ്ഞെടുക്കാം. കരിപ്പെട്ടിയിൽ നല്ല കരടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് തരിച്ചെടുത്തത് നമ്മൾ. ഇപ്പം നമ്മുടെ മരുന്നുണ്ടയുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കരിപ്പെട്ടി വരെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം അത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ജാറിലേക്ക് വാരിയിട്ടിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഇത് ഒരു പ്രാവശ്യമായിട്ട് പൊടിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, നമ്മുടെ മരുന്നൊക്കെ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം വറ്റിച്ചെടുത്ത തേങ്ങയില്ലേ, അതുകൂടി ഒന്ന് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൽ കൊട്ടാം. ഇനി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഉരുക്കി കൊണ്ടുവന്ന കരിപ്പെട്ടിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കരിപ്പെട്ടി ഒഴിക്കുമ്പോൾ ലേശം ചൂട് വേണം കേട്ടോ. അതാണ് നല്ലത്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കരിപ്പെട്ടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. കരിപ്പെട്ടി പാനി എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മരുന്നുണ്ടയാക്കി ഉരുട്ടിയെടുക്കാം. ഇതാ ഇങ്ങനെ എടുത്ത് അങ്ങനെ നന്നായി കൈ ഒന്ന് ഉരുട്ടുമ്പോൾ ഒന്ന് മുറുക്കി പിടിച്ച് ഉരുട്ടണം കേട്ടോ. അങ്ങനെ എല്ലാ ഉരുളയും ഉരുട്ടി കഴിഞ്ഞു. നമ്മുടെ മരുന്നുണ്ടാകുന്ന റെഡി ആയിട്ടുണ്ട്. മക്കളെ, ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കർക്കിടക മാസത്തിൽ ഇത് കഴിച്ചാൽ ശരീരത്തിലൊക്കെ നല്ല പുഷ്ടി കിട്ടും. പിന്നെ ഇത് ഇച്ചിരി ഒരു കയ്പുണ്ടാവും. പക്ഷെ നമ്മൾ കഴിച്ച് വരുമ്പോൾ കയ്പൊക്കെ മാറിക്കോളും. അത് കുഴപ്പമില്ലാന്ന് വെക്കുക. പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് ചായയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.